നമസ്കാരം, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്ന് സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ഭരിക്കുന്നവർ പത്രമാധ്യമങ്ങളെ അടിച്ചമർത്തുന്നു എന്ന് സംശയമില്ലായ്മയില്ല. രാജ്യത്തും വിദേശത്തും പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാജൻ സ്കറിയെ ഇന്നലെ വൈകുന്നേരം തന്റെ വല്യപ്പനും വല്യമ്മയ്ക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്നും പോലീസ് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഉടുതുണി മാത്രം ഉടുപ്പിച്ചുകൊണ്ട് ഡ്രസ്സില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പത്രമാധ്യമങ്ങൾ ഞാനിപ്പോ 20, 22, 25 വർഷമായി തൊടുപുഴ സ്വതന്ത്രമായി പത്രപ്രവർത്തനം നടത്തുന്ന ആളാണ്. മറുനാടിനും അതുപോലെ തന്നെ ഒരു പത്രപ്രവർത്തനമാണ്. രാജ്യവ്യാപകമായ പ്രശസ്തി ആർജിച്ച ഒരു വ്യക്തിയും കൂടെയാണ്. അത് സ്വതന്ത്ര പത്രപ്രവർത്തനം അത് ജനാധിപത്യത്തെ സംരക്ഷിക്കും. അത് നശിച്ചാൽ ജനാധിപത്യത്തിന്റെ നട്ടെല്ല് നശിക്കും. അത് നശിക്കാതിരിക്കാൻ സ്വതന്ത്രമായി രാജ്യസ്നേഹമുള്ളവരും ജനാധിപത്യത്തോട് ധർമ്മമുള്ളവരും സ്വതന്ത്രമായി പത്രപ്രവർത്തനം ചെയ്യും. അതുമൂലമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ തൊടുപുഴയിൽ ഏതൊരു ജനാധിപത്യ ജനങ്ങളുടെ രീതിയിൽ എത്തിക്കേണ്ട വാർത്തകൾ കക്ഷി രാഷ്ട്രീയ മതഭേദമെന്ന് എത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട സാജൻ അത് വൈഡായിട്ട് ലോകവ്യാപകമായി അറിയിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഒരു പത്രപ്രവർത്തനം നടത്തുന്ന വ്യക്തിയെ ഇതിനു മുമ്പും കേസിന് യാതൊരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി അത് ഇടപെട്ട് ജാമ്യം കൊടുക്കുകയും സാജനെ പോലെയുള്ള പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന രാജ്യത്തിന് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ 10 ദിവസം മുമ്പേ കാരണങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന കോടതിയുടെ ഓർഡർ ഉള്ളതാണ്. ഇതൊന്നും പാലിക്കാതെ വീട്ടിൽ വാതിലുമുട്ടി വലിച്ചു ചാടിച്ചു കൊണ്ടുപോയി ബഹുമാനപ്പെട്ട കോടതി 4 മണിക്കൂർ മുമ്പ് ജാമ്യം കൊടുത്തു. പക്ഷേ അതല്ല, ഇവിടെ പത്രക്കാരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിക്കൊണ്ട് ചില ഏകാധിപത്യ രീതിയിലേക്ക്, അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയായാലും പത്രപ്രവർത്തകരെയായും ചില രാഷ്ട്രീയ പാർട്ടികളുടെ, അതായത് യൂണിയനുകളുടെ കീഴിൽ വെച്ചുകൊണ്ട് എന്തോ നേടിയെടുക്കാമെന്നുള്ള വ്യാമോഹം വെറുതെയാണ്. ഞങ്ങളെ പോലെയുള്ളവർ മരിച്ചാലും സത്യത്തിനും നർമ്മത്തിനും നീതിക്കും വേണ്ടി പത്രപ്രവർത്തനം നടത്തും. ഞങ്ങൾക്ക് വേറെ മറന്നില്ല. 20, 25 വർഷമായി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് കടിഞ്ഞാണിടാൻ നോക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട സാജൻ സ്കറിയയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ധീരനായി അങ്ങ് ജീവിക്കേണ്ടതും ഈ രാജ്യത്തിന് ആവശ്യമാണ്. സ്വതന്ത്രമായ പത്രപ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു. പിന്നെ തൊടുപുഴയിൽ നിന്ന് അനേകം പത്രപ്രവർത്തകരുണ്ട്. എന്റെ ഒരു പ്രവർത്തനം തന്നെ കടമ എന്ന രീതിയിൽ ഞാൻ ഈ തൊടുപുഴ ഗാന്ധിയെ സാക്ഷി നിർത്തി പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം എന്തുകൊണ്ട് ചങ്ങലയിട്ടേക്കുക? ഈ ചങ്ങലയുടെ ഇടയിൽ കൂടെ ഒരു മെഴുകുതിരി കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. അതായത് എത്രയൊക്കെ കൊടുത്ത് ചങ്ങലകൾ ഇട്ടാലും സത്യത്തിന് വിലയുണ്ടാവുക, ദീപം ശോഭിച്ച് നിൽക്കും എന്നുള്ള ഒരു സന്ദേശമാണ് ഞാൻ ഈ തൊടുപുഴയിൽ നിന്ന് നൽകുന്നത്. തുടങ്ങാം നമുക്ക് മെഴുകുതിരി. ഒരു പത്രധർമ്മത്തിന്റെ നീതിന്യായമായ സംവിധാനം നിലനിൽക്കണം. അതിനകത്ത് ജാതിയോ രാഷ്ട്രീയോ കക്ഷി രാഷ്ട്രീയോ കൂടാതെ മറുനാടൻ ഷാദിനെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഇനിയും പത്രപ്രവർത്തന ധർമ്മങ്ങൾ ധീരമായി നടത്താനുള്ള ഒരു പ്രചോദനമാണ് ഇവിടുന്ന് നൽകുന്നത്. ഈ മെഴുകുതിരി ഇതുകൊണ്ട് ഈ ചങ്ങലയ്ക്കിടയിലൂടെയാണ് മെഴുകുതിരി. ചങ്ങല കൊണ്ട് പത്രപ്രവർത്തനെ എത്രയേറെ കുടുക്കിട്ടാലും ഞങ്ങളുടെ ധർമ്മം ജയിക്കുമെന്ന് സന്ദേശം ഗാന്ധിജിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ തിരി കത്തിക്കുന്നത്. മഴയായാലും കത്തും.
നമ്മുടെ ജയകൃഷ്ണൻ സാറാണ് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കുകയാണ്. നമ്മൾ പ്രതിഷേധിച്ചു, ആരെങ്കിലും ജനങ്ങളുടെ അഭിപ്രായം കൂടിയും വേണ്ടേ അതിന്റെ പേരിൽ. സ്വതന്ത്രമായിട്ടുള്ള പത്രപ്രവർത്തനം സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു നാട്ടുരാജ്യത്തിന്റെ ഹ്യൂമാനായിട്ടുള്ള ശ്രീ വിജയൻ നടത്തിയ ഒറ്റയാൾ സമരം തികച്ചും ജനാധിപത്യപരമായിട്ടുള്ള ഈ സഹന സമരത്തെ നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കേണ്ടതാണ്. കാരണം പത്രപ്രവർത്തകരെ കൂച്ചുവിലങ്ങിടുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ കൂച്ചുവിലങ്ങിടുന്നതിന് തുല്യമാണ്. ഒന്ന് സാജൻസ്കറിയ എന്ന് പറയുന്ന പത്രപ്രവർത്തകനെ നിലവിലുള്ള രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുറ്റം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യുവാനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട് എങ്കിലും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് അറസ്റ്റ് ചെയ്യുന്ന നടപടി ശരിയല്ല എന്നുള്ളതാണ് ഇവിടെ നടത്തിയ ഈ പ്രതിഷേധത്തിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീ വിജയനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒറ്റയാൽ പോരാട്ടം നടത്തി പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് സമരം ചെയ്യുവാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും അദ്ദേഹത്തിന്റെ സമരത്തെ അനുകൂലിക്കുകയും അദ്ദേഹത്തിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള അറസ്റ്റുകളെ കൊണ്ടുകൊണ്ടും പത്രപ്രവർത്തനത്തെ പുറകോട്ട് വലിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് ധീരരായിട്ടുള്ള പത്രപ്രവർത്തകർ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവരെയൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വസ്തുത കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാത്തരം മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അറസ്റ്റ് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത എല്ലാ നടപടികളും ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ ഞാൻ ചെയ്യുന്നത്. ഈ സമരവുമായിട്ട് മുന്നോട്ടിറങ്ങിയ ശ്രീ വിജയന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. യോഗം അവസാനിപ്പിച്ചിരിക്കുന്നു.